മൊയ്യദ്ദീമാലിൻ്റെ ഫസ്റ്റ് ഭാഗം കുറച്ചിട്ടു, പിന്നെ സെക്കൻഡ് ഭാഗം ഇത് മൂന്നാമത്തെ ഭാഗമാണ്. അപ്പോൾ ഞാൻ പാടുന്നത് അറബ് മലയാളമാണ്. അപ്പോൾ അറബിലും മലയാളത്തിലായിട്ട് കുറച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, കാരണം ഞാൻ പാടുന്നത് അറബ് മലയാളമാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ചൊന്ന് പാടാം. എൻ്റെ വചനത്തെ പൊയ്യൊന്ന് ചൊല്ലുകിൽ അപ്പോളെ കൊല്ലുന്ന നഞ്ഞ് ഞാനെന്നോവർ അവരുടെ ദീനേയും ശേഷം ദുനിയാവേയും ആഹിറം തന്നെയും പോകും അതെന്നോവർ നൽനീനെവെന്നെയോരുത്തർ നീനച്ചെങ്കിൽ നായനാദാബീനെ നെയ്താക്കും എന്നോവർ ഏകല്ലുടയവൻ ഏകല്ലരുളാലെ ഇത്തീരം എത്തീര വണ്ണം പറഞ്ഞോവർ 4 കിതാബേയും മറ്റുള്ള സുഫേയും നായന്നരുളാലെ ഓതിയുയർന്നോവർ വേദാംബർ ഏകലാൽ ഹിർക്ക ഉടുത്തോവർ വെളുത്തിട്ട് നോക്കുമ്പോൾ അതിമേലെ കണ്ടോവർ വേദം വിളങ്ങി പറവാൻ മടിച്ചാരെ വേദാംബവർ വായിൽ തുപ്പിക്കൊടുത്താരെ നാവാൽ മൊഴിയുന്ന ഇൽമ കുറിപ്പാനായി 400 ഹക്കാമായി അവർ ചുറ്റും ഉള്ളോവർ നായന്നരുളാലെ ഇൽമ പറയുമ്പോൾ നാവിനു നേരെയോ ലിവിറങ്ങുന്നോവർ അവർ കൈപിടിച്ചതിൽ തൊപ്പം പേർ ഇപ്പോളെ ആകാശം മറ്റും പാലേതെല്ലാം കണ്ടോവർ. ഇതിൻ്റെ ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം പാടാം. അസ്സലാമു അലൈക്കും. എല്ലാവരും നോമ്പൊക്കെ തുറന്ന് സുഖമായിട്ടിരിക്കുകയായിരിക്കും അല്ലേ? ഞാൻ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് പിന്നെയാണ് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പാടുന്നത്. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എല്ലാ നോലും കൊടുത്ത് എല്ലാവർക്കും ഈമാനും ആഫിയത്തും ദീർഘായുസ്സൊക്കെ അള്ളാഹു നൽകട്ടെ. 30 നോമ്പ് കൊടുത്ത് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും.